നമ്മുടെ മക്കളെ നന്നാവാൻ വേണ്ടി, നേർവഴിയിലാവാൻ വേണ്ടി, അവർ നല്ല കുട്ടികളാവാൻ വേണ്ടി സ്വതവേ ഞാനും നിങ്ങളും പാപ്പമാരാണല്ലോ, ഉമ്മമാരാണല്ലോ, നമ്മൾ ചെയ്യുന്ന പണി എന്തായിരിക്കും? ഒന്ന് അവരെ ഉപദേശിക്കും. ശരിയാണോ അല്ലേ മനുഷ്യന്മാരെ? ശരിയാണോ അല്ലേ? ഉപദേശം കൊടുക്കലല്ലേ ഒന്നാമത്തെ പണി. ശരി. രണ്ടാമത്തെ പണി എന്താ? ഒരു നന്നാവാൻ വേണ്ടി ചെയ്യേണ്ട പണി ഷൗട്ട് ചെയ്യുക, കൽപ്പിക്കുക, ആജ്ഞാപിക്കുക. ശരിയാണോ അല്ലേ? ആണോ അല്ലേ? പറഞ്ഞത് കേട്ടില്ലെങ്കിൽ പിന്നെ രണ്ടാമത്തെ എന്താ? നമ്മുടെ ടോണ് മാറും, നമ്മുടെ മുഖഭാവം മാറും. ഈ മുഖഭാവം മാറി നമ്മൾ കൽപ്പനകളും ആജ്ഞകളും വരും. മൂന്നാമത്തെ ഒരു സാധനം കൂടെ അതിന്റെ കൂടെ വരും. അതേതാ? ശിക്ഷാ നടപടികൾ. പിച്ചൽ, കുത്തൽ, തിരിക്കൽ, അടിക്കൽ, തോണ്ടൽ. എന്താണോ കൈ കിട്ടിയതിട്ട് എറിയൽ. ഇനി ചപ്പാത്തി പരത്തുന്ന സമയത്ത് ആ കോലാണെങ്കിൽ ആ കോലേറ്റ് എന്താണോ ഉള്ളത് ഉള്ളതേറ്റ്. ഈ 3 രൂപമാണ് സ്വതവേ ഞാനും നിങ്ങളും മക്കൾ നന്നാവാനും അവർ നമ്മളിലേക്ക് അടുത്തു വരാനും അവർ നല്ല ഭാവിയിൽ ഈ മഹല്ലത്തിനും ഈ നാടിനും ഈ രാജ്യത്തിനും അഭിമാനമായി മാറാൻ നമ്മൾ ചെയ്യുന്ന 3 പണി ഏതൊക്കെയാണ്? ഒന്ന്, അവരെ ഉപദേശം കൊടുക്കുക. ശരിയല്ലേ? രണ്ടാമത്തെ സംഗതി കൽപ്പിക്കുക. മൂന്നാമത്തെ സംഗതി അടിക്കുക, ശിക്ഷാ നടപടികൾ കൊടുക്കുക. ശരിയാണോ അല്ലേ? നിങ്ങളെന്താ ഒന്നും ഉണ്ടാത്തേ? ശരിയാണോ അല്ലേ? സത്യല്ലേ? ആണോ അല്ലേ എന്ന എൻ്റെ ഹംബിൾ റിക്വസ്റ്റാണ്. ഈ കുടുംബ സംഗമത്തിൽ ഒരുമിച്ച് കൂടിയ ഓരോ മാതാപിതാക്കളോടും നിങ്ങളുടെ കയ്യും കാലും പിടിച്ച് അങ്ങേയറ്റത്തെ താഴ്മയോടുകൂടെ സ്നേഹത്തോടുകൂടെ ഞാൻ പറയട്ടെ, ഇത് 3 ഇനി മേലാൽ ചെയ്യരുത്. നിങ്ങളെ മക്കൾ നിങ്ങൾ വിചാരിച്ചെടുത്ത് ഒരിക്കലും കിട്ടില്ല. ഇനി മേലാൽ നിങ്ങൾ മക്കളെ ഉപദേശിക്കരുത്. ഇനി മേലാൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൽപ്പിക്കരുത്, ആജ്ഞാപിക്കരുത്, ഷൗട്ട് ചെയ്യരുത്. ഇനി മേലാൽ നിങ്ങൾ മക്കളെ അടിച്ചു പോകരുത്, ഒന്നും ചെയ്യരുത്. പിന്നെ എന്താ പരിഹാരം? ഞാൻ അതിലേക്ക് വരും, നിങ്ങളെ ബോധ്യപ്പെടുത്തി തരും. അത് പറഞ്ഞ് നിങ്ങളെ പഠിപ്പിച്ച് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും മനസ്സിലാക്കി തന്നിട്ടേ പോകുള്ളൂ. ഈ 3 കാര്യം ഇനി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ദുനിയാവുണ്ട്, നാളെ ആഖിറുണ്ട്, സന്തോഷമുണ്ട്, അവർ നല്ല മക്കളായി വരുന്നതായി കാണാൻ പറ്റും. ഒന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മളും അവരും വലിയ അനന്തരുണ്ട് എന്നാണ്. അത്യാവശ്യം താടി മീശൊക്കെ നരച്ചിട്ടുള്ള പേരക്കുട്ടികളൊക്കെ ആയിട്ടുള്ള നിങ്ങളുടെ ജനറേഷൻ എന്ന് പറയുന്നത്, അതിന് പുതിയ കാലത്ത് ഓമന പേര് നൽകിയിട്ടുണ്ട്. അതിനെന്താ പേര്? ബേബി ബൂമേഴ്സ് എന്നാണ് നിങ്ങളുടെ ജനറേഷന്റെ പേര്. എന്താണ് പേര്? ഇനി പേരക്കുട്ടികൾ ഇങ്ങോട്ട് പറയും, വല്ലിപ്പ വിട്ടെന്നാണ് നിങ്ങളൊക്കെ തന്ത വൈബാണെന്ന് പറയുമ്പോൾ, നിങ്ങളൊക്കെ തന്ത വൈബിന്റെ ആൾക്കാരാണെന്ന് പറയുമ്പോൾ, അല്ല നിങ്ങളൊക്കെ 90s ആണെന്ന് പറയുമ്പോൾ, മോനെ ഞാൻ 90s അല്ല, ഞാൻ തന്ത വൈബല്ലടാ, ഞാൻ ബേബി ബൂമേഴ്സ് ജനറേഷൻ ആടാന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾക്ക് കഴിയണം. ഈ പറഞ്ഞ കാറ്റഗറി ഉള്ളവരൊക്കെ ബേബി ബൂമേഴ്സ് ആണ്. എന്നാൽ അതിന്റെ താഴെ ഒരു ടീം വരുന്നുണ്ട്, പേരക്കുട്ടികളൊന്നും ആയിട്ടില്ല. പേരക്കുട്ടികൾ ആവാനായി അല്ലെങ്കിൽ ആ ഒരു അടുത്ത് നിൽക്കുന്ന ഒരു കാറ്റഗറി ടീമുണ്ട്, ജനറേഷൻ ഉണ്ട്. ഈ ജനറേഷന്റെ പേര് ജനറേഷൻ എക്സ് എന്നാണ്. ജെൻ എക്സ് എന്ന് പറയും. നിങ്ങളുടെ പേരെന്താണ്? ജനറേഷൻ എക്സ്. അതിന്റെ താഴത്തൊരു ടീമുണ്ട്, ആ ടീമിന്റെ പേര് ജനറേഷൻ വൈ ആണ്. അതിന്റെ താഴെ ഒരു ടീമുണ്ട്, ആ ടീമിന്റെ പേര് ജനറേഷൻ ഇസഡ് ആണ്. ഇപ്പൊ ഏകദേശം ഒരു 35 വയസ്സ് വരെയുള്ള ആളുകൾ, ആ ഒരു കാറ്റഗറി 35-40, 35-40 അല്ല, 35-40 വരെ മാക്സിമം പോകും, അതിനപ്പുറത്തേക്ക് പോകരുത്. ആ ടീമാണ് ജനറേഷൻ സെഡ്, ജെൻസി എന്ന് പറയുന്ന ടീം. അതിന്റെ താഴെയുള്ള ഒരു ടീമുണ്ട്, നിങ്ങളുടെ മക്കൾ അല്ലെ നമ്മുടെ മക്കൾ, നമ്മുടെ പേരക്കുട്ടികളായ ഈ ടീം, അല്ലെ ഇന്നത്തെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും, ഏകദേശം ഒരു 2K കിഡ്സ് എന്ന് പറയാൻ പറ്റുന്ന ആൾക്കാരുണ്ടല്ലോ. ആ ജനറേഷന്റെ പേരെന്ന് പറയുന്നത് ആൽഫ ജനറേഷൻ എന്നാണ്. അങ്ങനെ 2024 ഡിസംബർ 30 വരെ അല്ലെങ്കിൽ 2025 വരെ ആൽഫ ജനറേഷനാണ്. ആൽഫയ്ക്ക് ശേഷം വരുന്ന ഒരു ടീമുണ്ട് 2025 ശേഷം, അവര് ബീറ്റ ജനറേഷനാണ്. മനസ്സിലാക്കണേ, 2025 ശേഷം നിങ്ങൾക്ക് മക്കളോ പേരക്കുട്ടികളോ ജനിച്ചിട്ടുണ്ടെങ്കിൽ അവർ ബീറ്റ ജനറേഷനാണ്. ഒന്നിങ്ങനെ ആലോചിച്ച് നോക്കിയാണ്, വാപ്പയായ ഞാനും എൻ്റെ കുട്ടിയും തമ്മിലുള്ള ജനറേഷൻ ഗ്യാപ്പ്, വാപ്പയായ ഞാനും എൻ്റെ മകളും തമ്മിലുള്ള ജനറേഷൻ ഗ്യാപ്പ്, വല്ലിപ്പയായ ഞാനും വല്ലിമ്മയായ ഞാനും എളാപ്പയും മൂത്താപ്പയും മാമനും മാമിയുമായ ഞാനും
എൻ്റെ കസിനും അല്ലെ എൻ്റെ ഈ ബന്ധപ്പെട്ട കുട്ടികളും തമ്മിലുള്ള ഈ ജനറേഷൻ ഗ്യാപ്പിനെ കുറിച്ച് ചിന്തിച്ച് നോക്കി. വലിയ അനന്തരാണ്. ഈ ഇരിക്കുന്ന പ്രായമുള്ള നമ്മളുണ്ടല്ലോ, ഈ പ്രായമുള്ള നമ്മൾ ജീവിച്ച് തീർത്ത 10 വർഷത്തിന്റെ ദൈർഘ്യമുണ്ട്. ഈ 10 വർഷത്തിന്റെ ദൈർഘ്യം നമ്മൾക്ക് അനുഭവിച്ചതാണ്. പക്ഷെ ഇന്നത്തെ പുതിയ തലമുറ അത് 2 വർഷം കൊണ്ടാണ് മറികടക്കുന്നത്. നമ്മളുടെ 10 വർഷം പുതിയ കാലത്തെ കുട്ടികൾക്ക് 2 വർഷം കൊണ്ട് ഹൈ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത്രമേൽ ഫാസ്റ്റാണ് ജനറേഷന്റെ മുന്നോട്ടുള്ള ഗമനം. ഇതാണ് നമ്മുടെ കുട്ടിയും പേരക്കുട്ടിയും ഒന്ന് ആദ്യം മനസ്സിലേക്ക് കൊണ്ടുവന്നോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ വാപ്പയും ഉമ്മയും നമ്മളെ പഠിപ്പിച്ചതും ശീലിപ്പിച്ചതും നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവന്നതും ഏത് രൂപം സ്വീകരിച്ചിട്ടാണ്? ഏത് രൂപം സ്വീകരിച്ചിട്ടാണ്? ഉപദേശിക്കുക. പിന്നെ രണ്ടാമത്തെ സംഗതി ആജ്ഞാപിക്കുക, കൽപ്പിക്കുക, ഷൗട്ട് ചെയ്യുക. മൂന്നാമത്തെ സംഗതി അടിക്കുക. ഈ സ്കൂളിൽ നിന്ന് സത്യൻ മാഷ് എടുത്തുന്ന അടി കിട്ടിയെന്നറിഞ്ഞാൽ പൊരയിൽ വരാൻ പേടിയ. കാരണം എന്താ? വാപ്പുണ്ടാവും പെരന്റെ എറ എന്ന് പറഞ്ഞപ്പോൾ കുട്ടിയൊക്കെ അറിയില്ല. ഓടോ അല്ലെങ്കിൽ ഷീറ്റോ പുല്ലോ ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന ആ ഭാഗത്ത് ഒരു വടി വേറെ വെച്ചിട്ടുണ്ടാവും. നടുപ്പുറത്തേക്ക് 2 തരും. എന്നിട്ട് ചോദിക്കും, എന്തിനാടാ സത്യമാശത്തിന് അടി കിട്ടിയത് എന്ന്. ശരിയാണോ അല്ലേ? അങ്ങനെ കൊണ്ടും കണ്ടും കേട്ടും ഒക്കെ വളർന്നവരാണ് ഞാനും നിങ്ങളും. ഇന്നിപ്പോൾ അത് പറ്റുമോ? വാപ്പാക്ക് പറ്റുമോ? സത്യമാശ പോട്ടെ, വാപ്പാക്ക് മക്കളെ തല്ലാൻ പറ്റുമോ? 18 വയസ്സ് വരെ കുട്ടി സർക്കാരിൻ്റെതാണ്. 18 വയസ്സ് കഴിഞ്ഞാലോ ഓൻ്റെതും ഓളതുമാണ്. പിന്നെ വളർത്തിണ്ടാക്കി നമ്മളോ കാര്യമായിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് റോളും ഇല്ല. നിങ്ങൾക്ക് മനസ്സിലായോ അല്ലേ? 18 വയസ്സ് വരെ കുട്ടി ആരതാണ്? ഗവൺമെന്റിൻ്റെതാണ്. ചോദിക്കാനും പറയാൻ ആളുണ്ട്. തോന്നിയ പോലെ ചെയ്യാനൊന്നും പറ്റില്ല. 18 കഴിഞ്ഞാലോ അവൻ്റെതാണ്, അവളുടേതാണ്. ഈ കാലത്താണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. അവിടെയാണ് ഞങ്ങളോട് പറയുന്നത്, നമ്മൾ കേട്ട് കൊണ്ട് താമ്പിച്ച് വന്ന അല്ലെ നമ്മൾ നമ്മുടെ മക്കളെ വളർത്തിയിട്ടുള്ള ആ രൂപം പേരക്കുട്ടികളിലേക്ക് നമ്മൾ നടപ്പിലാക്കിയിട്ട് കാര്യമില്ല. അവർ നമ്മളിൽ നിന്ന് അകന്ന് പോകും. പഠിച്ചോനെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അവനാൻക്കൊരു ഗുളിക എടുത്തരാൻ അവനവൻ്റെ വെച്ചിട്ട് ഒന്ന് തലക്കുമ്പുറത്തുണ്ടായ സന്തോഷമില്ലെന്ന് കരുതിയിട്ട് ദ്വാരുന്നിട്ടും നേർച്ചേർന്നിട്ടക്കാരം ഒന്നുണ്ടായത്. ആ ഉണ്ടായതിനോട് ഒരു ഉപകാരം കിട്ടില്ല എന്നറിയ പറഞ്ഞതിൻ്റെ അർത്ഥം. പ്രായമുള്ള ഉപ്പന്മാർക്ക് അങ്ങനെയൊക്കെ ഒരു നീയത്തുണ്ടാവുമല്ലോ അല്ലേ? വയസ്സും പ്രായമൊക്കെ ആകുമ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ അവനാൻ്റെ വെച്ചിട്ട് ഒന്ന് തലക്കുമ്പുറത്ത് മരുന്നെടുത്ത് തരാനൊരു കുട്ടി. ആ കുട്ടിനെ കൊണ്ട് നിങ്ങൾ ആഗ്രഹമൊന്നും നടക്കൂല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം. അതുകൊണ്ട് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ 3 പണി ചെയ്യരുത്. ഇനി ഒരു സത്യം കൂടി നിങ്ങളെ ബോധ്യപ്പെടുത്തി തരാം. എൻ്റെ പേരക്കുട്ടിയും എൻ്റെ ആൽഫ ജനറേഷനുള്ള കുട്ടികൾ മാത്രമല്ല മാറിയത്, ഞാൻ തന്നെ മാറിയിരിക്കണമെന്ന് ഞാൻ ഇപ്പം നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാം. ആര്? ബേബി ബൂമേഴ്സായ, ജെൻസിയായ, ജെൻ വൈ ആയ ഈ കാറ്റഗറിപ്പെട്ട ഞാൻ തന്നെ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ടെന്ന് ഞാൻ ഇപ്പം ബോധ്യപ്പെടുത്തി തരാം. ഉമ്മമാരെ, എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന ഉമ്മമാരെല്ലാവരും ഒന്നുകൂടെ എന്നെ ശ്രദ്ധിച്ചേ. എല്ലാവരും ഓക്കെ ആണല്ലേ? എൻ്റെ ഒറ്റ ചോദ്യം ഈ ഇരിക്കുന്ന ഉമ്മമാരോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഉമ്മ, സഹോദരിമാരെ, നിങ്ങളെ ഉമ്മ നിങ്ങളെ ഉപദേശിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലേ? അവിടെ ഇങ്ങനെ കുലുങ്ങിച്ചിരിക്കുന്നുണ്ടാവും. ഇപ്പോൾ അവിടെ ഇങ്ങനെ കുലുങ്ങിച്ചിരിക്കുന്നുണ്ടാവും. എന്തായിരിക്കും ഉത്തരം? ഒന്ന് പറഞ്ഞാണി. ഇഷ്ടമുണ്ടോ? ഉണ്ടോ? ആരാ നമ്മള് ചോരും നീരൊക്കെ വറ്റി പേരക്കുട്ടികളായി ആഗ്രഹങ്ങളൊക്കെ തീർന്ന് ഈ കാറ്റഗറിയിൽ നിൽക്കുന്ന നമുക്ക് പോലും ഉപദേശം ഇഷ്ടമല്ലാതായി. പിന്നെ പുതിയ കാലത്ത് 2K കിഡ്സിനോടോ ആൽഫയോടോ നമ്മൾ ഉപദേശം കൊടുത്തിട്ട് കാര്യമുണ്ടോ? നിങ്ങളിവിടെ ഉണ്ടോ ഇല്ലേ? എന്നാ വേണ്ട. സഹോദരിമാരോട് അടുത്ത ചോദ്യം. സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ വാപ്പ, ഈ 2 മനുഷ്യര് നിങ്ങളോട് ഷൗട്ട് ചെയ്യുന്നത്, നിങ്ങളുടെ ഉമ്മ അല്ലെ, അവരൊക്കെ ഉണ്ടല്ലോ, നിങ്ങളെ ഷൗട്ട് ചെയ്യുന്നത്, നിങ്ങളെ കൽപ്പിക്കുന്നത്, ആജ്ഞാപിക്കുന്നത് ഇഷ്ടമാണോ? ഇഷ്ടമായിരിക്കോ? എന്തായാലും ആവൂല. ഇനി മൂന്നാമത്തെ സംഗതി, ഭർത്താവോ വാപ്പയോ ബന്ധപ്പെട്ട ആരെങ്കിലോ നിങ്ങൾ അടിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? നമ്മളെ മുതിർന്നവരെ നമ്മളെടുത്ത് എന്തെങ്കിലും ഒരു അപാകത വന്നതിൻ്റെ പേരിൽ നമ്മളെ ഉപദേശിക്കുന്നത് ഇഷ്ടമല്ല, നമ്മളോട് ഷൗട്ട് ചെയ്യുന്നത് ഇഷ്ടമല്ല, നമ്മളെ അടിക്കുന്നതും ഇഷ്ടമല്ല. ആര്? 40-45 വയസ്സായ ചോരൻ നീരൊക്കെ പറ്റിയ നമ്മൾ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോളി ആണുങ്ങൾ, നമ്മളെ കാലേര് ബാക്കി ഉസ്താദ് കാലേര് നിങ്ങളെ സ്വകാര്യമായിട്ട് പള്ളിയിലെ റൂമിലേക്ക് വിളിച്ചിട്ട് അയരെ അല്ലെങ്കിൽ കാർന്നോറെ അല്ലെ കാക്കു എന്നൊക്കെ വിളിച്ച് നിങ്ങളെ സ്നേഹത്തോടു കൂടെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യാണ്, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടാട്ടോ,
പള്ളിയിൽ നിങ്ങൾ 5 വക്തിനുണ്ടാകും നിസ്കരിക്കാൻ ജമാഅത്തായിട്ട്. ദീനിൻ്റെ എന്ത് വിഷയം ഉണ്ടെങ്കിലും നിങ്ങൾ അവിടെ സജീവ സാന്നിധ്യമാണ്, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടാട്ടോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ മനസ്സിൽ നിന്ന് പരിഗണിച്ച് സന്തോഷിപ്പിച്ചിട്ട് സ്വകാര്യമായിട്ട് എനിക്ക് നിങ്ങളെ കാണുമ്പോൾ ഒരു വിഷമമുണ്ട്. എന്താ സദാ വിഷമം? നിങ്ങൾ താടി വെക്കണില്ലല്ലോ, മുത്തനബിക്ക് ഇഷ്ടമല്ലാത്തതല്ലേ ഈ താടി വടിക്കലൊക്കെ? ഒരല്പം ചെറിയൊരു താടിയെങ്കിലും, ചെറിയൊരു കുഞ്ഞു താടിയെങ്കിലും ഇവിടെ വെച്ചൂടെ? എനിക്കത് കാണുമ്പോൾ ഭയങ്കര സങ്കടം ഉണ്ടെന്ന്, എനിക്ക് ഇവിടെ ഭയങ്കര കാര്യമാണ്, ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ തന്നെ പിറ്റത്തെ വെള്ളിയാഴ്ച ഉസ്താദ് മിമ്പർമ കയറിയിട്ട് ഇങ്ങനെ അടിക്ക് വെക്കുമ്പോൾ മൂപ്പരുണ്ടാവും ഒന്നും കൂടെ ഉഷാറായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടാവുക.